ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ എല്ലാ പഞ്ചായത്തുകളും നിലമ്പൂർ നഗരസഭയും വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് വിജയിച്ചിരിക്കുന്നത്. ഞാൻ ഈ ഇലക്ഷൻ്റെ തലേദിവസം ഞാനിട്ടൊരു വീഡിയോ, ഫേസ്ബുക്ക് വീഡിയോയിൽ ഞാനത് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. കാരണം ഞാനത് കൃത്യമായി പഠിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. കാരണം ഞാൻ എല്ലാ വാർഡുകളിലും ഞാൻ പോയി സന്ദർശിച്ച് അവിടെയുള്ള പൾസ് കൃത്യമായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്തത്. ഒരു കാലത്തുമില്ലാത്ത ഒരു വലിയ ആവേശം, ഒരു ചരിത്ര വിജയം നൽകുമെന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നില്ല. അത് കൃത്യമായി, പ്രത്യേകിച്ച് ഇതിൻ്റെ ഞാൻ കാണുന്നൊരു വലിയ പ്രത്യേകത, പോത്തുകല്ല് പഞ്ചായത്ത് നമ്മുടെ കയ്യിലായിരുന്നില്ല, നഷ്ടപ്പെട്ട പഞ്ചായത്ത്. അമരമ്പലം നഷ്ടപ്പെട്ട പഞ്ചായത്ത്. നിലമ്പൂർ നഗരസഭ നഷ്ടപ്പെട്ടത് കഴിഞ്ഞ പ്രാവശ്യം. ഈ മൂന്നും തിരിച്ചു പിടിച്ചത് നിലമ്പൂർ നഗരസഭ 5-4 ഭൂരിപക്ഷത്തിനാണ്. അതുപോലെ തന്നെ പോത്തുകൾ തിരിച്ചു പിടിച്ചിരിക്കുന്നത് 4-3 ഭൂരിപക്ഷത്തിനാണ്. അമരമ്പലം തിരിച്ചു പിടിച്ചിരിക്കുന്നതും ഇതുപോലെ തന്നെയാണ്. അമരമ്പലം തിരിച്ചു പിടിച്ചത് 22-17 സീറ്റ് നേടിക്കൊണ്ടാണ്. അതുപോലെ തന്നെ പോത്തുകല്ല് പഞ്ചായത്ത് തിരിച്ചു പിടിച്ചത് 19-16 സീറ്റ് നേടിക്കൊണ്ടാണ്. നിലമ്പൂർ നഗരസഭ തിരിച്ചു പിടിച്ചത് 36-28 നേടിക്കൊണ്ടാണ്. അപ്പോൾ ഇത് നഷ്ടപ്പെട്ട പഞ്ചായത്തുകൾ വലിയ ഭൂരിപക്ഷത്തിനാണ് പിന്നെ നമ്മൾ തിരിച്ചു പിടിക്കുന്നത്. മാത്രമല്ല, മൂത്തേടം പഞ്ചായത്തിൽ ആകെ ഇടതുപക്ഷത്തിനാകെ ഒരു അംഗം തന്നെയുള്ളൂ. 18 ആകെയുള്ള 18 വാർഡിൽ 17 UDF നേടിയ ഒരൊറ്റ വാർഡ് മാത്രമാണ് LDFനുള്ളത്. അതുപോലെ തന്നെ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് LDFന് സീറ്റേ ഇല്ല. അവിടെ UDFൻ്റെ റബലായിട്ട് മത്സരിച്ച ഒരാൾ മാത്രമായിരിക്കും പ്രതിപക്ഷത്തുണ്ടാവുക. ബാക്കിയുള്ള മുഴുവൻ ആളുകളും പിന്നെ UDF ആണ്. മാത്രമല്ല, നിങ്ങൾക്കറിയാം, പിന്നെ ചുങ്കത്ര കഴിഞ്ഞ വർഷം 10-10 ആയിരുന്നു ചുങ്കത്ര വിജയം. ആ ചുങ്കത്ര പ്രാവശ്യം ആകെയുള്ള 22-17 UDF, 4 സീറ്റ് മാത്രമാണ് LDFനുള്ളിൽ. 3-2 ഭൂരിപക്ഷം, 1 BJPക്കാണ്. അങ്ങനെ ഞാൻ പറഞ്ഞത് നമ്മൾ കേവലം വിജയിക്കുക എന്ന് മാത്രമല്ല, കഴിഞ്ഞ വർഷം പെർഫോമൻസ് മോശമായിരുന്ന മുഴുവൻ പഞ്ചായത്തുകളും വലിയ ഭൂരിപക്ഷത്തിന് 3-2 ഭൂരിപക്ഷം, 5-4 ഭൂരിപക്ഷം, 4-3 ഭൂരിപക്ഷം എന്ന രീതിയിലാണ് തിരിച്ചു പിടിച്ചിരിക്കുന്നത്. പിന്നെ ഇതിന് മറ്റൊന്നുള്ളത്, കാരണം നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ എല്ലാ പഞ്ചായത്തുകളും നഗരസഭയൊക്കെ എല്ലാം ഒരുമിച്ച് കിട്ടിയ ഒരു കാലം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. 2000-ലാണ് UDFന് ഇതുപോലൊരു വലിയ വിജയം കേരളത്തിൽ ആഗമനം ഉണ്ടായത്. അന്ന് പോലും മൂത്തേടം പഞ്ചായത്ത് നഷ്ടപ്പെട്ടു. മുഴുവൻ പഞ്ചായത്തും നഗരസഭയും, അന്ന് പിന്നെ 2000-ൽ നഗരസഭയില്ല, നിലമ്പൂർ പഞ്ചായത്താണ്. പക്ഷേ അന്നും ഈ പറഞ്ഞ മൂത്തേടം നഷ്ടപ്പെട്ടു. മാത്രമല്ല, അന്ന് കാളികാവും അതേപോലെ ചോക്കാടും ചാലിയാറും ഒക്കെ നിലമ്പൂരിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കാലം കൂടിയാണ്. എന്തായാലും പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ചരിത്ര വിജയം സമ്മാനിച്ച നിലമ്പൂരിലെ വോട്ടർമാരോട് നന്ദി പറഞ്ഞാൽ തീരാത്തതാണ്. ഞാനിതിനെ കാണുന്ന, ഈ വിജയത്തെ കാണുന്നത് അവരൊരു വലിയ വിശ്വാസം കാരണം ഞങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുക, വലിയ വിശ്വാസം. ആ വിശ്വാസത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം എന്ന ഒരു പ്രാർത്ഥന മാത്രമാണുള്ളത് ഈ കാര്യത്തിൽ. കാരണം വലിയ പ്രതീക്ഷകൾ, പ്രത്യാശകൾ, വിശ്വാസം ഒക്കെ UDFനെ ഏൽപ്പിച്ചിരിക്കുക. അപ്പോൾ അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു കൃത്യമായൊരു പദ്ധതിയും പരിപാടിയും ഇട്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് UDF ഉദ്ദേശിക്കുന്നത്. സമഗ്ര വികസന പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ, അതെല്ലാം കൂടി കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു വലിയ പ്രോഗ്രാം ഇട്ടുകൊണ്ട് എല്ലാ പഞ്ചായത്തുകളിലും അതനുസരിച്ച് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് UDF ആലോചിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ UDF നേതൃത്വവുമായി ചർച്ച ചെയ്തുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. പിന്നെ എൻ്റെ പിതാവിന്, ഇപ്പം നിങ്ങൾക്കറിയാലോ, നമ്മളിരിക്കുന്നത്, എൻ്റെ പിതാവ് ദീർഘകാലം ഇരുന്ന്
നിലമ്പൂരിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ച ഒരു മുറിയാണ് വാസ്തവത്തിൽ ഇത്. ഇവിടെ ഇരുന്നു കൊണ്ട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം ഈ മുറിയിൽ കിടന്നിട്ട് അദ്ദേഹം UDFിൻ്റെ നേതൃത്വത്തോട്, ഞാനടക്കമുള്ള ആളുകളോട് പറഞ്ഞത് നിലമ്പൂർ നിയോജകമണ്ഡലം തിരിച്ചു പിടിക്കണം. അദ്ദേഹം അസുഖമായി കിടക്കുമ്പോഴും നിലമ്പൂർ നഗരസഭയിൽ നമ്മൾ തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിലമ്പൂർ തിരിച്ചു പിടിച്ചു, നിലമ്പൂരിൻ്റെ നഗരസഭയും തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്നതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ആ ഒരു ആഗ്രഹം, അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹം തന്നൊരു ഉപദേശം, അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം, അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശം, അത് ശിരസ പാലിക്കാൻ കഴിഞ്ഞു എന്നൊരു ആത്മവിശ്വാസം വാസ്തവത്തിൽ ഇന്ന് ഞങ്ങൾക്കുണ്ട്. എനിക്ക് മാത്രമല്ല, UDFിൻ്റെ മുഴുവൻ ആളുകൾക്കുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും നിങ്ങളുടെയൊക്കെ പിന്തുണ ഇനിയും മുന്നോട്ട് പോകാൻ, നല്ല പദ്ധതികളും പരിപാടികളും ഒക്കെ ഇട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ, UDF കൊണ്ടുവന്ന വികസന പദ്ധതികൾ പാതി വഴിയിലിട്ട് പോയത്, അരിയാടൻ മുഹമ്മദ് കൊണ്ടുവന്ന വികസന പദ്ധതികൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയത്, ഓരോന്നോരോന്നായി ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങളുടെയൊക്കെ പിന്തുണ ഉണ്ടാവണം എന്നാണ് എനിക്ക് വിനീതമായി നിങ്ങളോട് പറയാനുള്ളത്. അത് വളരെ കൃത്യമായിട്ടുണ്ട്. കാരണം ജനങ്ങൾക്ക് 5 വർഷത്തെ LDFിൻ്റെ ഭരണവും അതിന് മുൻപത്തെ 10 വർഷക്കാലത്തെ UDFിൻ്റെ ഭരണം വിലയിരുത്താനൊരു അവസരം കിട്ടിയെന്നതാണ്. ആ അവസരം വളരെ കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യമായി. LDF എന്താണ്, അവർ ഭരണമേൽപ്പിച്ചാൽ എന്താണ് നഗരസഭയിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞു. അതിൻ്റെ റിസൾട്ട് കൂടി ഇത്രയും തൂത്തുവാരാനുള്ള ഒരവസ്ഥയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അല്ല, അതെനിക്കറിയില്ല, എവിടേക്കാണ് അദ്ദേഹം പ്രചരണം നടത്തിയതെന്നുള്ളത് എനിക്കറിയില്ല. എന്തൊക്കെയായാലും LDFിൻ്റെ 5 കൊല്ലത്തെ ഭരണപരാജയം, ഈ നിലമ്പൂർ നഗരസഭയിലെ ഭരണപരാജയം, ഒറ്റ കാര്യം നമുക്കറിയാലോ, ഈ നിലമ്പൂർ ബൈപ്പാസ് എന്താ ചെയ്തത് വാസ്തവത്തിൽ? എത്ര കാലമായി ഈ നഗരസഭയ്ക്ക് ഇതുപോലൊരവസരം ലഭിക്കണം? ബൈപ്പാസ് മാത്രമല്ല, നമ്മുടെ KSRTC ബസ് സ്റ്റേഷൻ, നമ്മുടെ ഓരോരോ നിലമ്പൂർ ഗവൺമെൻറ്റിൻ്റെ കോളേജ്, നമ്മുടെ ജില്ലാ ആശുപത്രിയുടെ വികസന പദ്ധതി, എത്ര കാര്യങ്ങൾ കിടക്കുന്നു. എന്തുകൊണ്ടാണ് ഇതൊക്കെ പാതി വഴിയിൽ കിടക്കാനുള്ള കാരണം? ഇതുപോലൊരവസരം അവർക്ക് ഇനി കിട്ടാനുണ്ടോ? 5 വർഷത്തെ നഗരസഭ ഭരണം, 9 വർഷമായിട്ട് നിലമ്പൂരിൻ്റെ MLA ഇടതുപക്ഷം, അത് കഴിഞ്ഞാൽ 9.5 വർഷമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷം. ഇനി മറ്റൊരു റിസൾട്ട് കൂടി ഇവിടെയുണ്ട്. ഇപ്പോൾ നമ്മുടെ പഴയ MLAയുടെ ഒരു സംഘടനയുടെ പേര്, പഴയ MLAയുടെ സംഘടന UDFിന് നിരുപാധികമായി പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് പ്രഖ്യാപിക്കുന്നത് ഞാൻ കണ്ടു. പക്ഷേ ഇവിടെ നിലമ്പൂർ നഗരസഭയിൽ മാത്രം അദ്ദേഹത്തിൻ്റെ പടം വെച്ച് TMC എന്നും പറഞ്ഞിട്ട് 8 സ്ഥാനാർത്ഥികൾ മത്സരിച്ചിട്ടുണ്ട് നിലമ്പൂർ നഗരസഭയിൽ. വഴിക്കളവിലും 6-7 സ്ഥാനാർത്ഥികൾ മത്സരിച്ചിട്ടുണ്ട്. മൂത്തേടത്ത് മത്സരിച്ചിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ടൊക്കെയാണ് മത്സരരംഗത്തുണ്ടായത്. പക്ഷെ അതിനൊന്നും നിലമ്പൂർ ഒരു വില കൊടുത്തില്ല എന്നത്, നിലമ്പൂരിലെ വോട്ടർമാർ വില കൊടുത്തിട്ടില്ല എന്നതും യാഥാർത്ഥ്യമാണ്. എന്തായാലും ഒരിക്കൽ കൂടി ഈ ഒരു വിജയത്തിന്, വലിയ വിജയം നൽകിയ വോട്ടർമാരോടുള്ള നന്ദി കടപ്പാടും ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുകയാണ്. എന്തായാലും ഇനിയും മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാ പഞ്ചായത്തുകളെയും നഗരസഭയെയും അവരുടെ പദ്ധതികൾക്കൊക്കെ നിങ്ങളുടെ വലിയ പിന്തുണ നൽകണമെന്നാണ് വിനീതമായി ജനങ്ങളോട് പറയാൻ. ഇത്ര ജനരോഷം 9 വർഷക്കാലത്തെ 9.5 വർഷക്കാലത്തെ LDFിൻ്റെ ഭരണം, LDFിന് കൃത്യമായ ഭരണപരാജയം തന്നെയാണ് ഇത് കാണിക്കുന്നത്. ഭരണപരാജയമല്ല, ഏത് മേഖലയിലാണ് ആളുകൾക്കൊരു എന്തെങ്കിലും ഒരു ആശ്വാസം പറയാനുള്ളത്? ഏത് മേഖലയിലാണ് ആളുകൾക്കൊരാശ്വാസം പറയാനുള്ളത്? എന്നിട്ടും അവസാന കാലത്ത് തെരഞ്ഞെടുപ്പിൽ ചില ഗിമിക്സ് കാണിക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് പല പ്രഖ്യാപനങ്ങളും നടത്തി പാർട്ടി ഓഫീസിൽ നിന്ന് ഫോം അച്ചടിച്ച് വീടുകളിൽ കയറി അത് വിതരണം ചെയ്ത് സ്ത്രീകൾക്ക് പെൻഷൻ കൊടുക്കാം എന്നും പറഞ്ഞിട്ട് വലിയ ആപ്ലിക്കേഷൻ ഫോമും കൊണ്ട് ആളുകളുടെ വീട്ടിൽ കയറി വോട്ടാക്കി മാറ്റാൻ എന്തൊക്കെ ശ്രമങ്ങളാണ് നടത്തിയത്, എന്തൊക്കെ ശ്രമങ്ങൾ.
നമുക്കറിയാലോ, പിണറായി വിജയൻ കടക്ക് പുറത്ത് എന്ന് പത്രക്കാരോട് പറഞ്ഞ പിണറായി വിജയൻ പിന്നീട് പെട്ടെന്ന് നമ്മൾ പ്രസ് ക്ലബിലേക്ക് വരുന്ന ഒരവസ്ഥാവിശേഷം നമ്മൾ കാണുകയാണ്. പത്രക്കാർ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്ന ഒരു അവസ്ഥാവിശേഷം കാണുകയാണ്. എന്തൊക്കെ നമ്മളിവിടെ കണ്ടു. ഇപ്പോൾ നമുക്ക് ശബരിമല പ്രശ്നം നിങ്ങൾക്കറിയാം, കൃത്യമായിട്ടറിയാം. 2 CPM നേതാക്കൾ ജയിലിലാണ്. ഇതിനെയൊക്കെ കേവലം മറച്ചു വെക്കാൻ, കേവലം എന്തെങ്കിലും വളരെ വികൃതമായ ഇടതുപക്ഷത്തിൻ്റെ മുഖം ഒരു പൗഡർ ഇട്ടുകൊണ്ട് മിനുക്കിയത് കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് കൃത്യമായി തെളിയിച്ചു വരുന്നു. ഒരിക്കലും കഴിയില്ല. കാരണം അതുകൊണ്ടൊന്നും ഇപ്പോൾ പെൻഷൻ കൂട്ടി അതല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ചില ചെപ്പടി വിദ്യകൾ ഇറക്കി. ഇപ്പം അറിയാം, കിറ്റും പെൻഷനും കൊടുത്താൽ വീണ്ടും തിരിച്ചു വരാം എന്നാണ് CPM വിചാരിച്ചതെങ്കിൽ കേരളത്തിലെ ജനങ്ങളത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഒരു പ്രാവശ്യം പറ്റിയ അമളി ഇനി പറ്റുകയില്ല എന്ന് ജനം തീരുമാനിച്ചിരിക്കുന്നു. വളരെ കൃത്യമായി അതിൻ്റെ കൃത്യമായ റിസൾട്ട് കൂടിയാണ് കേരളത്തിലെ ആകമാനം ഉണ്ടായിട്ടുള്ളത്. അതിന് സമയമുണ്ടല്ലോ നമുക്ക്. അത് നമുക്ക് പദ്ധതികളൊക്കെ അവരുമായിട്ട് ആലോചിക്കണമല്ലോ. ഞാനത് മാത്രമല്ല, അതൊരു MLA പറയേണ്ട കാര്യമല്ല. അവരായിട്ടൊക്കെ ഇരുത്തി ഡിസ്കസ് ചെയ്ത് ഒരു കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്തായാലും ഒരു നല്ല നിലമ്പൂർ, അതിൽ സംശയമൊന്നുമില്ല. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞുതരാം, നമ്മൾ നിലമ്പൂരിൻ്റെ ഒരു വലിയ സാധ്യത ടൂറിസമാണ്. ആ ടൂറിസം സാധ്യത പരമാവധി എത്തിക്കാൻ ഈ ജനുവരി 6-7 തീയതികളിൽ നിലമ്പൂരിൽ ഒരു വലിയ കോൺക്ലേവ് നടക്കാം. അതിന് കേന്ദ്ര ടൂറിസം സെക്രട്ടറി അടക്കം പ്രമുഖരായ IAS IFS ഉദ്യോഗസ്ഥരും ടൂറിസം വിദഗ്ധരും ടൂർ ഓപ്പറേറ്റേഴ്സും ടൂറിസം എൻ്റർപ്രണേഴ്സും അതേപോലെ ഇൻവെസ്റ്റേഴ്സും ഒക്കെ നിലമ്പൂരിലേക്ക് വരാം ജനുവരി 6-7 തീയതികളിൽ. അപ്പോൾ അതൊക്കെ ഒരു നല്ല തുടക്കമാണ് നിലമ്പൂരിൻ്റെ. എങ്ങനെ നിലമ്പൂരിൻ്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ പറ്റും അതിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ മാത്രമല്ല, ഒരു കാര്യം ഇപ്പോൾ ഉറപ്പല്ലേ, കേരളത്തിൽ ഈ 2026 എന്ന് പറയുന്ന ഒരു വർഷം കലണ്ടറിലുണ്ടെങ്കിൽ, മെയ് എന്ന് പറഞ്ഞൊരു മാസം ഉണ്ടെങ്കിൽ, ആ മെയ് ആദ്യവാരം ഒരു സംശയം വേണ്ട, UDFൻ്റെ നേതാവ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും കേരളത്തിൽ. സെമി ഫൈനലിൽ പിന്നെ ഇങ്ങോട്ട് ഗോളടിച്ചിട്ടല്ലേ, ഏകപക്ഷീയമായ വിജയമല്ലേ. അപ്പം അവരെ ഡിഫൻഡേഴ്സൊന്നുമില്ലല്ലോ, ഡിഫൻഡേഴ്സൊന്നുമില്ല. ഏകപക്ഷീയമായി ഫോർവേഡ്സ് കയറി ഗോളടിക്കുക. അല്ല ബന്ധസ്ഥിതി നിങ്ങളാലോചിച്ചു. UDFന് അടുത്ത കാലത്ത് ചരിത്രത്തിൽ ഇത്ര വലിയ വിജയം ഉണ്ടായിട്ടില്ല. പലപ്പോഴും നഗരസഭകൾ നോക്കുമ്പോൾ UDF മുന്നേറും. കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എല്ലാം UDF ഒരു അല്ല, ഞാൻ ചോദിക്കുന്നതെല്ലാം ഇതിപ്പോൾ എല്ലാ ടീമുകളും ഏറ്റവും കളിച്ച് ജയിച്ച് നിൽക്കാം. UDF മീൻസ് എത്ര മത്സരമായി നടക്കുന്നത് ലീഗ്. കാരണം ഇത് നോക്കൗട്ട് അല്ലല്ലോ. കാരണം തൃക്കാക്കര, പാലക്കാട്, പിന്നെ പുതുപ്പള്ളി, നിലമ്പൂർ, പിന്നെ ഒക്കെ ഭയങ്കര വിജയമല്ലേ കിട്ടുന്നത്, അതിഭയങ്കര വിജയം. അപ്പോൾ പറഞ്ഞാൽ നമുക്ക് എന്തായാലും പ്രാദേശിക ഗവൺമെൻറ്റിൻ്റെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്കറിയാമെന്ന് പറഞ്ഞു. അതും അറിഞ്ഞില്ലേ. ഇനി എന്താ അറിയാനുള്ളത്? ഇനി എന്ത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സറിയാൻ ഇനി എന്ത് ടെസ്റ്റ് ഡോസാണ് വേണ്ടത്? ഇതിനേക്കാൾ അപ്പുറത്ത് ജനം കാത്തിരിക്കണം ഒരു തിരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തെ താഴെ ഇറക്കാൻ. അതാണ് ഇതിൻ്റെ ആകത്തുക. ഓക്കെ, ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും. ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം. കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം. അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും. അതുകൊണ്ടിനി കൂടുതൽ സമ്പാദ്യം, കൂടുതൽ സന്തോഷം, കൂടുതൽ ആഘോഷങ്ങൾ. എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം. Charitra Vivag Bridal Collections by Shobhika Weddings.